ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 8ലെ ബേസിക് സയൻസ് കെമിസ്ട്രി. അത് എന്താണ് വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ബാക്കി ഭാഗമാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് കാണുക. എന്താണ് മാലിന്യ സംസ്കരണവും സുസ്ഥിര കൃഷിയുമാണ് അല്ലേ. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണല്ലോ ജൈവ മാലിന്യ സംസ്കരണം അല്ലെ. ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണെന്ത്? ജൈവ മാലിന്യ സംസ്കരണം. സുസ്ഥിര കൃഷിരീതികൾ ഇതിനൊരു പരിഹാരമാകുമോ? എന്താണ് സുസ്ഥിര കൃഷിരീതികൾ ഇതിനെന്താണ് പരിഹാരമാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചുവടെ നൽകിയ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുക. നിഗമനങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ കുറിക്കുക. കമ്പോസ്റ്റ് നിർമ്മാണം അല്ലെ, കമ്പോസ്റ്റ് നിർമ്മാണം, ബയോഗ്യാസ് ഉൽപാദനം, കാലിത്തീറ്റ നിർമ്മാണം, കോഴിത്തീറ്റ നിർമ്മാണം, മത്സ്യത്തീറ്റ നിർമ്മാണം, ഇതൊക്കെ വെച്ചിട്ട് എന്താക്കുക? ഈ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുക. ഇത് എന്താണ്? ബയോഗ്യാസ് പ്ലാന്റ് ആണ് അല്ലേ. വിളയിക്കാൻ വൈവിധ്യങ്ങൾ. ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന വിവിധ കൃഷി മേഖലകളുണ്ട് അല്ലെ. ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന വിവിധ കൃഷി മേഖലകളുണ്ട്. സാഹചര്യവും സാധ്യതയും അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന ചില കൃഷി രീതികൾ പരിചയപ്പെടുക. എന്താണ്? ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന വിവിധ കൃഷി മേഖലകളുണ്ട്. എന്താണ്? ശാസ്ത്രീയമായ സമീപനത്തിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന വിവിധ കൃഷി മേഖലകളുണ്ട് അല്ലേ. അപ്പം എന്താണ്? സാഹചര്യവും സാധ്യതയും അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന കൃഷി രീതികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കന്നുകാലി പരിപാലനം. എന്താണ്? കന്നുകാലി പരിപാലനമാണ് അല്ലേ. കന്നുകാലികളെ പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി പരിപാലിക്കുന്നുണ്ട് അല്ലേ. കന്നുകാലികളെ പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി പരിപാലിക്കുന്നുണ്ട്. പ്രധാന കന്നുകാലി ഇനങ്ങൾ ഏതൊക്കെയാണ്? പശു, ജേഴ്സി പശു ഉണ്ട്, പിന്നെ ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂറ്, അതൊക്കെ എന്താണ്? പശുവിൽപ്പെട്ട പ്രധാന കന്നുകാലി ഇനങ്ങളാണ് അല്ലേ. എരുമയിൽപ്പെട്ടോ? മുറ, നീലിരവി, ബദാവരി അല്ലേ. എന്താ? നീലി രവി അല്ലേ, നീലി രവി അല്ലേ, ബദാവരി, ഇതാണ് എരുമയിൽപ്പെട്ടതാണ്. പിന്നെ ആട്, തലശ്ശേരി, ജംനാപാരി, ബോയർ അല്ലേ, ഇതൊക്കെ എന്താ? ആട് അല്ലേ, ആടിൻ്റെ ഇനങ്ങളാണ് അല്ലേ. പക്ഷി പരിപാലനത്തിൽ നോക്കൂ. എന്താണ് പക്ഷി പരിപാലനം? മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി പക്ഷികളെ വളർത്തുന്നുണ്ട് അല്ലേ. മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടിയിട്ടാണ് പക്ഷികളെ വളർത്തുന്നത്. കോഴി ഇനങ്ങൾ ഏതൊക്കെയുണ്ട്? അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ, ഇതൊക്കെ എന്താണ്? കോഴി ഇനങ്ങളിൽ പെട്ടാണ് അല്ലേ. താറാവ് ഇനങ്ങളോ? മസ്കവി, ചാര, ചെമ്പല്ലി. താറാവ് ഇനങ്ങൾ ഏതൊക്കെയാണ്? മസ്കവി, ചാര, ചെമ്പല്ലി, ഇതൊക്കെ താറാവ് ഇനങ്ങളാണ്. കാട ഇനങ്ങൾ ജപ്പാനീസ്, ബോബ് വൈറ്റ് അല്ലേ, ബോബ് വൈറ്റ്, ഇതൊക്കെ എന്താണ്? ഈ കാടയിനാണ് അല്ലേ. ഇനി എന്താണ്? സെറികൾച്ചർ. എന്താണ് സെറികൾച്ചർ? സ്വാഭാവിക പട്ടിന്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിന് സെറികൾച്ചർ എന്ന് പറയുന്നു. എന്താണ്? സ്വാഭാവിക പട്ടിന്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിന് എന്താണ്? സെറികൾച്ചർ എന്ന് പറയുന്നു. പട്ടുനൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാക്കുന്നത്. എന്താണ്? പട്ടുനൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് എന്ത്? പട്ടുനൂൽ ഉണ്ടാക്കുന്നത് അല്ലേ. മൾബറി പട്ടുനൂൽ പുഴു, ടസർ പട്ടുനൂൽ പുഴു, മൂഗ പട്ടുനൂൽ പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ. എന്തൊക്കെയാണ്? ടസർ പട്ടുനൂൽ പുഴു, മുഗ പട്ടുനൂൽ പുഴു, പിന്നെ മൾബറി പട്ടുനൂൽ പുഴു എന്നിവയാണ് എന്ത്? മുഖ്യ ഇനങ്ങൾ. ഇനി എന്താണ്? പിസികൾച്ചർ. എന്താണ്? പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതാണെന്ത്? പിസികൾച്ചർ. എന്താണ്? പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതാണെന്ത്? പിസികൾച്ചർ. ഭക്ഷ്യ ആവശ്യത്തിനായി കരിമീൻ, രോഹു, കടില എന്നിവയും അലങ്കാര മത്സ്യങ്ങൾക്കായി ഗോൾഡ് ഫിഷ്, ഗപ്പി മുതലായവയെയും വളർത്തുന്നു അല്ലേ. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിനെ വളർത്തുന്ന രീതി അല്ലേ. മത്സ്യം വളർത്തുന്നതിനെ പിസികൾച്ചർ എന്ന് പറയും. പിന്നെ എന്താണ്? സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പട്ടുനൂൽ പുഴു അല്ലേ, പുഴുവിനെ വളർത്തുന്നതാണ് അല്ലേ. പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? മത്സ്യം വളർത്തുന്നത് അല്ലേ. കൃത്രിമ ടാങ്കുകളിൽ ശാസ്ത്രീയമായ രീതിയിൽ മീനിനെ വളർത്തുന്നതാണ് പിസികൾച്ചർ. ഭക്ഷ്യ ആവശ്യത്തിനായി കരിമീൻ, രോഹു, കട്ല അല്ലേ, തിന്നാൻ പറ്റിയ ഐറ്റംസ് ആണ് അത്. പിന്നെ എന്താണ്? അലങ്കാര മത്സ്യങ്ങൾ ഗോൾഡ് ഫിഷ്, ഗപ്പി മുതലായവയും വളർത്തുന്നു അല്ലേ. ഇത്തരത്തിൽ വളർത്താവുന്ന മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ, കാര എന്നിവ അല്ലേ. ഈ രീതിയിൽ എന്താണ് വളർത്താവുന്ന എന്താണ് ഈ മുഖ്യ ചെമ്മീൻ ഇനങ്ങൾ ഏതൊക്കെയാണ്? നാരനും കാര എന്നിവയൊക്കെയാണ് അല്ലേ. പിന്നെന്താണ്? ഫ്ലോറികൾച്ചർ. ഫ്ലോറികൾച്ചർ എന്താണ്? വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതി. മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ വിപണന സാധ്യതയുള്ള പൂക്കളാണ് അല്ലേ. എന്താണ്? വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതിയാണ് ഇത് അല്ലേ. ഇത് ഫ്ലോറികൾച്ചർ.
മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ വിപണന സാധ്യതയുള്ള പൂക്കളാണ്. ഇനി എപ്പി കൾച്ചർ എന്താണ്? ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ് എപ്പി കൾച്ചർ കേട്ടോ. ഔഷധ ഗുണവും പോഷക മൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ അല്ലെ. ഔഷധ ഗുണവും പോഷക മൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് എന്ത്? തേന്. കോലൻ, മെല്ലിഫെറ, നെഡിയൻ ഇനങ്ങളിൽപ്പെട്ട തേനീച്ചകളെയാണ് സാധാരണയായി വളർത്തുന്നത്. ഏതൊക്കെ തേനീച്ചകളെയാണ് വളർത്തുന്നത്? കോലം, മെല്ലിഫെറ, നെഡിയൻ ഇനങ്ങളിൽപ്പെട്ടവയാണ് അല്ലെ. അപ്പൊ തേനീച്ച വളർത്തുന്നതാണ് എപ്പി കൾച്ചർ. ഓക്കെ. ഇനി ക്യൂണി കൾച്ചർ എന്താണ്? ക്യൂണി കൾച്ചർ എന്താണ്? ശാസ്ത്രീയമായ മുയലുകളെ വളർത്തുന്നതാണ് എന്ത്? ക്യൂണി കൾച്ചർ അല്ലെ. മുയലുകളെ വളർത്തുന്ന ഏതാണ്? ക്യൂണി കൾച്ചർ. ഒക്കെ പഠിക്കണം കേട്ടോ. മുയലുകൾ വളർത്തുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ക്യൂണി കൾച്ചർ. മാംസത്തിനും അലങ്കാരത്തിനുമായി ഗ്രേ ജയന്റ്, വൈറ്റ് ജയന്റ് എന്നീ ഇനങ്ങളെ വളർത്തുന്നു അല്ലെ. മാംസത്തിനും അലങ്കാരത്തിനൊക്കെ എന്താണ്? ഗ്രേ ജയന്റും വൈറ്റ് ജയന്റും എന്നീ ഇനങ്ങളെ വളർത്തുന്നു. അങ്കോറയെ രോമത്തിനായും വളർത്തുന്നു. അങ്കോറ എന്ന് പറഞ്ഞാൽ മുയലിനെ എന്താണ്? രോമത്തിനായും വളർത്തുകയാണ് അല്ലെ. ഇനി മഷ്റൂം കൾച്ചർ ഉണ്ട് അല്ലെ. മഷ്റൂം കൾച്ചർ എന്താ? ശാസ്ത്രീയമായ കൂൺ വളർത്തലാണ് മഷ്റൂം കൾച്ചർ അല്ലെ. പോഷക മൂല്യമുള്ളതും സ്വാദിഷ്ടവുമായ ഒരു ഭക്ഷ്യ വിഭവമാണ് കൂൺ അല്ലെ. കൂൺ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ. നല്ല പോഷക മൂല്യമുള്ളതും അത് സ്വാദിഷ്ടവുമായ ഒരു ഭക്ഷ്യ വിഭവമാണ് കൂൺ. പാൽക്കൂൺ, ചിപ്പിക്കൂൺ എന്നിവയാണ് സാധാരണ കൃഷി ചെയ്യപ്പെടുന്നത്. എന്തൊക്കെയാണ്? ചിപ്പിക്കൂണും പാൽക്കൂണും ആണ് കൃഷി ചെയ്യപ്പെടുന്നത് അല്ലെ. ഇനി ഹോർട്ടി കൾച്ചർ എന്താണ്? ഹോർട്ടി കൾച്ചർ എന്താണ്? പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണിത് അല്ലെ. പഴവും പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണിത്. നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി, റംബൂട്ടാൻ, ഡ്യൂറിയാൻ തുടങ്ങിയ അന്യദേശ പഴങ്ങൾ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണിത് ഹോർട്ടി കൾച്ചർ. നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി, റംബൂട്ടാൻ, ഡ്യൂറിയാൻ തുടങ്ങിയ അന്യദേശ പഴങ്ങൾ എന്താണ് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് എന്താണ്? ഔഷധ സസ്യ കൃഷിയാണ് അല്ലെ. ഭാരതീയ ചികിത്സാ രീതിയായ ആയുർവേദം പൂർണ്ണമായും ഔഷധ സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് അല്ലെ. എന്താണ്? ആയുർവേദം. നമ്മുടെ ഭാരതീയ ചികിത്സാ രീതിയാണ് ആയുർവേദം അല്ലെ. അത് പൂർണ്ണമായും എന്താണ്? ഔഷധ സസ്യങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അല്ലെ. ആയുർവേദത്തിന്റെ പ്രചാരം വർദ്ധിച്ചതും സ്വാഭാവിക ആവാസങ്ങൾ നാശോന്മുഖമായതും ഔഷധ സസ്യ കൃഷിയുടെ പ്രാധാന്യം ഉയർത്തിയിട്ടുണ്ട്. തുളസി, കറ്റാർവായ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി, കൂവളം, രാമച്ചം, കൊടുവേലി തുടങ്ങിയവ കൃഷിയിടത്തിൽ വളർത്താവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ ആയുർവേദത്തിൽ എന്താ? പൂർണ്ണമായും ഔഷധ സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പിന്നെന്താണ്? ആയുർവേദത്തിന്റെ പ്രചാരം വർദ്ധിച്ചതും സ്വാഭാവിക ആവാസങ്ങൾ നാശോന്മുഖമായത് എന്താണ്? ഔഷധ സസ്യ കൃഷിയുടെ പ്രാധാന്യം ഉയർത്തിയിട്ടുണ്ട് അല്ലെ. അതൊക്കെ നശിച്ചു പോയത് എന്താണ്? ഈ ഔഷധ സസ്യ കൃഷിയുടെ പ്രാധാന്യം ഉയർത്തിയിട്ടുണ്ട്. തുളസി, കറ്റാർവായ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി, കൂവളം, രാമച്ചം, കൊടുവേലി തുടങ്ങിയ കൃഷിയിടത്തിൽ വളർത്താവുന്നതാണ്. വിവിധ കാർഷിക മേഖലകളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കുക. ഇതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. മേഖലകൾ ഏതാ നോക്കും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇപ്പോൾ മുകളിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്താക്കുക അവിടെ എഴുതുക കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. ദെൻ കൃഷിക്കാരെ വരൂ ഇനി ഹൈടെക് ആകാം അല്ലേ. എന്താണ്? ഹൈടെക് കൃഷി രീതിയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ ജില്ലയിലെ കർഷകർക്ക് അല്ലേ. എന്താണ്? പത്രവാർത്ത ശ്രദ്ധിച്ചല്ലോ. ആധുനിക കൃഷിരീതികൾ പിന്തുടരുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാമാണ്? ഉൽപാദനം വർദ്ധിപ്പിക്കാം, കളകളെയും കീടങ്ങളെയും നിയന്ത്രിക്കാം അല്ലേ. കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രതിസന്ധിയാണല്ലോ കാലാവസ്ഥാ മാറ്റം അല്ലെ. അത് വല്ലാത്തൊരു തന്നെയാണ് അല്ലേ പ്രതിസന്ധി, കാലാവസ്ഥ മാറ്റം അല്ലെ. പ്രവചനാതീതമാകുന്ന കാലാവസ്ഥ പരമ്പരാഗത കൃഷിരീതികളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് അല്ലെ. ഇത് മറികടക്കാൻ ഉതകുന്ന ആധുനിക കൃഷിരീതികൾക്ക് ഇന്ന് പ്രചാരം നേടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചില കൃഷിരീതികൾ പരിചയപ്പെടുക. നൽകിയ വിവരങ്ങൾ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് നിഗമനങ്ങൾ എന്താക്കുക? ശാസ്ത്ര പുസ്തകത്തിൽ കുറിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? കാർഷിക മേഖല ഉപയോഗിക്കുന്ന വേറൊരു പ്രശ്നങ്ങളാണിത് കാലാവസ്ഥാ മാറ്റം അല്ലേ. അതെന്താ? പ്രവചിക്കുന്നുണ്ട് അല്ലേ. കാലാവസ്ഥ പരമ്പരാഗത കൃഷിരീതികളെ എന്താണ്? പ്രവചനാതീതമാകുന്ന കാലാവസ്ഥ പരമ്പരാഗത കൃഷിരീതികൾ എന്താണ്? പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇത് മറികടക്കാൻ ഉതകുന്ന ആധുനിക കൃഷിരീതികൾ ഇന്ന് പ്രചാരം നേടുന്നുണ്ട് അല്ലേ. ഇത്തരത്തിലുള്ള ചില കൃഷിരീതികൾ നമുക്ക് പരിചയപ്പെടാം. നൽകിയ വിവരങ്ങളും സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് നമുക്ക് നിഗമനങ്ങൾ പുസ്തകത്തിൽ എഴുതാം. എന്താണ്? പോളി ഹൗസ് ഫാമിംഗ്. എന്താണ്? പോളി ഹൗസ് ഫാമിംഗ്. പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനമാണ് പോളി ഹൗസ്. പോളി ഹൗസിലെ താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമീകരിക്കപ്പെടുന്നതിനാൽ സസ്യ വളർച്ച വേഗത്തിലാകും. വെള്ളത്തിൽ പോഷകങ്ങൾ ലയിപ്പിച്ച്
തുള്ളി നനയിലൂടെ നൽകുന്നു. പോളി ഹൗസുകളുടെ വശങ്ങൾ വല ഉപയോഗിച്ച് മറക്കുന്നതിനാൽ കീടങ്ങളുടെ ആക്രമണവും കുറവായിരിക്കും. തുടക്കത്തിൽ ചെലവേറുമെങ്കിലും സാധാരണ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അനേകം മടങ്ങ് അധികം വിളവ് ഇതിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ പോളി ഹൗസ് ഫാമിങ്ങിൻ്റെ എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ് ഇവിടെ പറയുന്നത്? ഈ പോളിത്തീൻ പോലുള്ള നല്ല ഷീറ്റ് കൊണ്ട് എന്താണ് കൃഷിസ്ഥലം പൂർണ്ണമായ അല്ലെങ്കിൽ ഭാഗികമായ മറയ്ക്കും ആദ്യം. പ്രത്യേക സംവിധാനമാണ് ഈ പോളി ഹൗസ് അല്ലേ. മറച്ചുകൊണ്ടുള്ള ഈ സംവിധാനമാണിത് പോളി ഹൗസ് എന്ന് പറയുന്നത് അല്ലേ. പോളി ഹൗസിലെ താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമീകരിക്കപ്പെടും അല്ലേ. അതിനാൽ എന്താണ് ഈ സസ്യവളർച്ച ഈ വേഗത്തിലാകും അല്ലേ. വെള്ളത്തിൽ പോഷകങ്ങൾ ലയിപ്പിച്ച് തുള്ളി നനയിലൂടെ നൽകുന്നു അല്ലേ. വെള്ളത്തിൽ എന്താണ് പോഷകങ്ങൾ ലയിപ്പിച്ച് എന്താണ് തുള്ളി നനയിലൂടെയാണ് നൽകുന്നത്. പോളി ഹൗസുകളുടെ വശങ്ങൾ വല ഉപയോഗിച്ച് മറയ്ക്കുന്നതിനാൽ എന്താണ് കീടങ്ങളുടെ ആക്രമണം കുറവായിരിക്കും. തുടക്കത്തിൽ ചെലവേറെങ്കിലും പക്ഷേ എന്താണ് സാധാരണ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് വിളവ് ലഭിക്കുന്നു. ഇതാണ് പോളി ഹൗസ് ഫാമിംഗ്. ഓക്കെ. ഇനി എന്താണ് പ്രിസിഷൻ ഫാമിംഗ്? എന്താണ് പ്രിസിഷൻ ഫാമിംഗ്? കൃഷിയിടത്തിലെ മണ്ണിന്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിന്റെ pH, ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണിത്. എന്തൊക്കെയാണ്? കൃഷിയിടത്തിലെ മണ്ണിന്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിന്റെ pH, ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായി തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണിത്. പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുക വഴി ജലസേചനം പരിമിതപ്പെടുത്താനും കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും എന്നതാണ് ഈ രീതിയുടെ മേന്മ അല്ലേ. ഇതാണ് പ്രിസിഷൻ ഫാമിംഗ്. മണ്ണില്ലാതെയും കൃഷി എങ്ങനെയാ? മണ്ണില്ലാതെ ചെടികൾ വളർത്താനാകുമോ? അങ്ങനെയെങ്കിൽ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥ മാറ്റം, മണ്ണിന്റെ ഘടന വ്യത്യാസം, ജലസേചന സൗകര്യമില്ലായ്മ തുടങ്ങിയ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൂടെ? കൃഷിരീതി എന്ന നിലയിൽ വ്യാപിപ്പിക്കുന്നതിന്റെ പരിമിതികൾ ഏറെ ഉണ്ടെങ്കിലും മണ്ണില്ലാതെയും കൃഷി സാധ്യമാണെന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട്. എന്താണ് കൃഷിരീതി ഏറെ വ്യാപിക്കുന്നതിന്റെ പരിമിതികൾ അല്ലെ. എന്താണ് കൃഷിരീതി എന്ന നിലയിൽ വ്യാപിപ്പിക്കുന്നതിന് പരിമിതികൾ ഏറെ ഉണ്ടെങ്കിലും മണ്ണില്ലാതെയും കൃഷി സാധ്യമാണെന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട്. ഇതിന് ഉദാഹരണമാണിത് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും. ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണിത് ഹൈഡ്രോപോണിക്സ്. എന്താണ് ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണിത് ഹൈഡ്രോപോണിക്സ്. വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണെന്ത് എയറോപോണിക്സ്. അപ്പൊ എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടികളെ ലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. പിന്നെ വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന കണ്ടോ ഇതാണ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് പറഞ്ഞാൽ ചെടികളെ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിയിൽ, അത് പോഷക ലായനിയിലാണ് ഇത് വളർത്തുന്നത് അല്ലേ. ഇത് ഹൈഡ്രോപോണിക്സ്. ഇത് എന്താണ് എയറോപോണിക്സ്? എന്താ വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുക, വായുവിലേക്ക് വളർന്നിറങ്ങുന്നത് രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് നമ്മൾ ഇതിലേക്ക് സ്പ്രേ കൊടുക്കുന്ന രീതിയാണ് എന്ത് എയറോപോണിക്സ്. അപ്പം മനസ്സിലായല്ലോ രണ്ടും. എന്താ ഹൈഡ്രോപോണിക്സ് എന്താ എയറോപോണിക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇനി സൂചകങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കാൻ ആധുനിക കൃഷിരീതികൾ സഹായമാകുന്നത് എങ്ങനെയാ? എന്താണ് കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കാൻ ആധുനിക കൃഷിരീതികൾ സഹായമാകുന്നത് എങ്ങനെ? പ്രിസിഷൻ ഫാമിന്റെ മേന്മകൾ എന്തെല്ലാം? മണ്ണിനെ ആശ്രയിക്കാത്ത കൃഷി സാധ്യമാകുന്നത് എങ്ങനെ? ഇതൊക്കെ അല്ലേ. ഉൽപാദന വരവ് ഉറപ്പുവരുത്തുന്നതിനായി സങ്കര ഇനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതാണ് ആധുനിക കൃഷിരീതികൾ. എന്താണ് ആധുനിക കൃഷിരീതി? ഏതാണ്? ഉൽപാദന വർധനവ് ഉറപ്പുവരുത്താനായി സങ്കര ഇനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതാണ് ആധുനിക കൃഷിരീതികൾ. ആധുനിക കൃഷിരീതികൾക്ക് പല പരിമിതികളുമുണ്ടെന്നും പരമ്പരാഗത കൃഷിരീതിയിലേക്ക് മടങ്ങുന്നതാണ് പ്രകൃതിക്കും മനുഷ്യനും ഗുണകരമെന്നുള്ള വാദങ്ങളും നിലവിലുണ്ട്. എന്താണ് ആധുനിക കൃഷിരീതികൾക്ക് പല പരിമിതികളുണ്ടെന്നും പരമ്പരാഗത കൃഷിരീതിയിലേക്ക് മടങ്ങുന്നതാണ് പ്രകൃതിക്കും മനുഷ്യനും ഗുണകരമെന്നുള്ള വാദങ്ങളും നിലവിലുണ്ട്. പരമ്പരാഗത കൃഷിരീതിയിൽ ഉപയോഗിച്ചിരുന്നത് നാടൻ ഇനങ്ങളാണ്. എന്താണ് പരമ്പരാഗത കൃഷിരീതിയിൽ ഉപയോഗിച്ചിരുന്നത്? എന്താണ് നാടൻ ഇനങ്ങളാണ് അല്ലെ. ഗുണമേന്മയുള്ള സങ്കര ഇനങ്ങൾ ധാരാളമുള്ളപ്പോൾ നാടൻ ഇനങ്ങൾ നിലനിർത്തേണ്ടതുണ്ടോ? ഗുണമേന്മയുള്ള സങ്കര ഇനങ്ങൾ ധാരാളമുള്ളപ്പോൾ നാടൻ ഇനങ്ങൾ നിലനിർത്തേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കുറിക്കുക. ഗുണമേന്മയുള്ള സങ്കര ഇനങ്ങൾ ധാരാളമുള്ളപ്പോൾ നാടൻ ഇനങ്ങൾ നിലനിർത്തേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പം എന്താ നിങ്ങളുടെ അഭിപ്രായം?
വിവരണം വായിച്ച് നിങ്ങളുടെ അഭിപ്രായത്തിന്റെ സാധ്യത പരിശോധിക്കുക. ഈ വിഷയത്തിൽ കൂടുതൽ വിവരശേഖരണം നടത്തിയ ഒരു സംവാദം നമുക്ക് സംഘടിപ്പിക്കുകയും ചെയ്യാം. നാളേക്ക് വേണം നാട്ടിനങ്ങൾ. എന്താണ്? ഒരു പ്രദേശത്തെ കാലാവസ്ഥ, ഭക്ഷ്യലഭ്യത, മണ്ണിന്റെ ഘടന എന്നിവയ്ക്ക് അനുസൃതമായ അനുകൂലനങ്ങൾ ആർജിച്ച് പ്രകൃത പ്രതിരോധ ശേഷി നേടി നിലനിൽക്കുന്നവയാണ് ആ പ്രദേശത്തെ നാടൻ ഇനങ്ങൾ. അപ്പൊ നാടൻ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രദേശത്തെ കാലാവസ്ഥ, ജലലഭ്യത, ഭക്ഷ്യലഭ്യത, മണ്ണിന്റെ ഘടന എന്നിവയ്ക്ക് അനുസൃതമായ അനുകൂലനങ്ങൾ ആർജിച്ച് പ്രകൃതി പ്രതിരോധ ശേഷി നേടി നിലനിൽക്കുന്നവയാണ് ആ പ്രദേശത്തെ നാടൻ ഇനങ്ങൾ. ഉൽപാദനം കുറവാണെന്നെങ്കിലും ഉയർന്ന പ്രതിരോധശേഷിയുള്ളവയും പരിചരണ ചെലവ് കുറഞ്ഞതുമായ നാടൻ കന്നുകാലി ഇനങ്ങളും വൈവിധ്യമാർന്ന രുചികളും പോഷകങ്ങളും നൽകുന്ന വിളകളും നമുക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉൽപാദനം കുറവാണെങ്കിലും ഉയർന്ന പ്രതിരോധശേഷിയുള്ളവയും പരിചരണ ചെലവ് കുറഞ്ഞതുമായ നാടൻ കന്നുകാലി ഇനങ്ങളും വൈവിധ്യമാർന്ന രുചികളും പോഷകങ്ങളും നൽകുന്ന വിളകളും നമുക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. നമ്മുടെ തനത് സ്വത്തായിരുന്ന പല കിഴങ്ങ് വർഗ്ഗങ്ങളും ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. കാച്ചിൽ, ചേമ്പ്, കൂവ തുടങ്ങിയ നമ്മുടെ ഭക്ഷണശീലത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടുപോയി. ചെലവ് കുറഞ്ഞതും കൃഷി ചെയ്യാൻ എളുപ്പമായതും പോഷക സമൃദ്ധമായതുമായ ഇത്തരം ഭക്ഷ്യവിളകൾ വംശമറ്റു പോകുന്നതിലൂടെ വിലമതിക്കാനാവാത്ത സ്വത്താണ് ഇല്ലാതാകുന്നതെന്ന് നാം തിരിച്ചറിയണം. നാടൻ ഇനങ്ങൾ വംശമറ്റ് പോകുന്നത് നമ്മുടെ ജൈവ സമ്പത്തിന്റെ ശോഷണത്തിന് കാരണമാകുന്നു. നാടൻ ഇനങ്ങളൊക്കെ വംശമറ്റ് പോകുന്നത് എന്താണ്? നമ്മുടെ ജൈവ സമ്പത്തിന്റെ ശോഷണത്തിന് കാരണമാകുന്നത്. പ്രകൃതിയുടെ പരീക്ഷണങ്ങൾ അതിജീവിച്ച് നിലനിൽക്കാൻ കഴിയുന്ന തനത് ഇനങ്ങളിൽ നിന്ന് മാത്രമേ ഗുണമേന്മയുള്ള പുതിയ ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാനാവൂ. എന്താണ്? പ്രകൃതിയുടെ പരീക്ഷണങ്ങൾ അതിജീവിച്ച് നിലനിൽക്കാൻ കഴിയുന്ന തനത് ഇനങ്ങളിൽ നിന്ന് മാത്രമേ ഗുണമേന്മയുള്ള പുതിയ ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാനാവൂ. ഈ സമ്പത്ത് ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചെടുക്കാനാവില്ല എന്ന കേവല യാഥാർത്ഥ്യം നാം വിസ്മരിച്ചുകൂടാ. ചില നാടൻ ഇനങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് പട്ടിക വിപുലമാക്കുക. എന്താണ്? വിള, മാവ് ഇനങ്ങളേതാ? മൂവാണ്ടൻ, കിളിച്ചുണ്ട് അല്ലേ? വാഴ, ഞാലിപ്പൂവൻ, പാളയങ്കോടൻ. പിന്നെന്താണ്? ഇത് ജന്തുക്കൾ അല്ലേ? ഇനങ്ങൾ ഏതാണ്? പശു, വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ. ആടോ, മലബാറി, അട്ടപ്പാടി ബ്ലാക്ക് അല്ലേ? കർഷകർക്ക് ജീവിതം അല്ലലില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപാധി കൂടിയാകണം കൃഷി. എന്താണ്? കർഷകർക്ക് ജീവിതം അല്ലലില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപാധി കൂടിയാകണം കൃഷി. കർഷകർ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണല്ലോ ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും ഇടനിലക്കാരുടെ ചൂഷണവും. ഇവയെ എങ്ങനെ മറികടക്കാം? ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ രൂപീകരിക്കുക. താങ്ങാകുന്ന കൂട്ടായ്മകൾ. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിൽക്കാനും വാങ്ങാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കർഷക സംഘങ്ങൾ സജീവമാകുന്നു. കുരുമുളക്, നാളികേരം, അടയ്ക്ക, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ വിഭവങ്ങൾ സംഭരിക്കാനുള്ള സൗകര്യവും വിപണിയോടൊപ്പം ഒരുക്കുന്നുണ്ട്. സംഭരിക്കുന്ന വിഭവങ്ങൾ നല്ല വില ലഭിക്കുന്ന അവസരം നോക്കി വിറ്റഴിക്കുക വഴി കർഷകന് ഉയർന്ന വില ലഭ്യത ഉറപ്പുവരുത്താം. കൃഷി ഇറക്കാൻ കുറഞ്ഞ പലിശയിൽ വായ്പയും ലഭിക്കും. എന്താണ് ഇവിടെ പറയുന്നത്? കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിൽക്കാനും വാങ്ങാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കർഷക സംഘങ്ങൾ സജീവമാകുന്നുണ്ട് അല്ലെ. കുരുമുളക്, നാളികേരം, അടയ്ക്ക, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ വിഭവങ്ങൾ സംഭരിക്കാനുള്ള സൗകര്യവും വിപണിയോടൊപ്പം ഒരുക്കുന്നുണ്ട്. സംഭരിക്കുന്ന വിഭവങ്ങൾ നല്ല വില ലഭിക്കുന്ന അവസരം നോക്കി വിറ്റഴിക്കുക വഴി കർഷകൻ ഉയർന്ന വില ലഭ്യത ഉറപ്പുവരുത്താം. കൃഷി ഇറക്കാൻ കുറഞ്ഞ പൈസയിൽ വായ്പയും ലഭിക്കും. ഇനി കൂട്ടായ്മകൾ ഓൺലൈനിലും ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറിയതോടെ കർഷകരുടെ ഓൺലൈൻ കൂട്ടായ്മകൾ വ്യാപകമാകുന്നു. ഗുണമേന്മയുള്ള ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരെ കണ്ടെത്താനും ഉയർന്ന വില ലഭ്യമാക്കാനും ഓൺലൈൻ കൂട്ടായ്മകൾ സഹായമാകുന്നു. വിപണനം മാത്രമല്ല, അറിവും അനുഭവവും പങ്കുവയ്ക്കാനും അനന്തമായ സാധ്യതകളിലാണ് നവമാധ്യമങ്ങൾ തുറന്നിരുന്നു അല്ലെ. ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറിയതോടെ കർഷകരുടെ ഓൺലൈൻ കൂട്ടായ്മകൾ വ്യാപകമാകുന്നുണ്ട് അല്ലെ. ഗുണമേന്മയുള്ള ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരെ കണ്ടെത്താനും ഉയർന്ന വില ലഭ്യമാക്കാനും ഓൺലൈൻ കൂട്ടായ്മകൾ സഹായമാകുന്നുണ്ട് അല്ലെ. വിപണനം മാത്രമല്ല, അറിവും അനുഭവവും പങ്കുവയ്ക്കാനും അനന്തമായ സാധ്യതകളാണ് നവമാധ്യമങ്ങൾ തുറന്നിടുന്നത്. കാർഷിക മേഖലയെ ആദായകരമായും സുസ്ഥിരമായും എങ്ങനെ നിലനിർത്താമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. കൃഷി കർഷകരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന മനോഭാവം മാറണം. മറ്റ് തൊഴിൽ മേഖലകളിൽ വ്യാപൃതരായവരും പരിമിതമായിട്ടെങ്കിലും കൃഷി ചെയ്യാൻ തയ്യാറാകണം. എല്ലാവരും കൃഷി ചെയ്യുന്ന സമൂഹം എന്ന ആശയം ഇന്ന് ഏറെ പ്രസക്തമാണ്. എല്ലാവരും കൃഷി ചെയ്യുക എന്ന ആശയം പ്രയോഗ്യമാണോ? തിരക്കേറിയ ജീവിതത്തിനിടയിൽ കൃഷിക്കായി മാറ്റിവെക്കാൻ സമയമുണ്ടോ? ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചന്തയിൽ വാങ്ങാൻ കിട്ടിയില്ലേ? ഈ സംശയങ്ങളെല്ലാം സ്വാഭാവികമായും ഉയർന്നു വരാം. ഒരു കർഷകന്റെ ദിനക്കുറിപ്പ് വായിക്കൂ.
കൃഷിയിടത്തിലൂടെ രാവിലെയുള്ള ഈ നടത്തത്തിലാണ് പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുക. കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം മണ്ണ് പരിശോധിച്ചതും അതിന്റെ അടിസ്ഥാനത്തിൽ കുമ്മായം ചേർത്തും ഗുണം ചെയ്തിട്ടുണ്ട്. പച്ചക്കറികളിൽ അവിടെയുടെ കായീച്ച ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. പച്ചക്കറികളിൽ അവിടെയുടെ കായീച്ച ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. പുകയില കഷായം പ്രയോഗിക്കാൻ സമയമായി. പുകയില കഷായം കീടങ്ങളെ കൊല്ലുന്നതാണ് അല്ലെ. പയറിൽ നിന്ന് ഏറ്റവും മികച്ച കായകൾ വിത്തിനായി ശേഖരിക്കണം. വിത്തിനായി ശേഖരിക്കണം. ധാരാളം കുരിപ്പ മണ്ണ് കാണുന്നുണ്ട്. മണ്ണിരകളുടെ എണ്ണം കൂടിയിട്ടുണ്ടാവും. കമുകിൻ തൈകൾ വെയിലേറ്റ് പൊള്ളുന്നുണ്ട്. പരിഹാരമായി ചൂടൽ കുത്തുകയോ തണ്ട് വെള്ള പൂശുകയോ ചെയ്യാം. ഒരു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം പരീക്ഷണാർത്ഥം കരനെൽ കൃഷി നടത്തി. രാസവളമോ രാസകീടനാശിനിയോ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. നാടൻ നെല്ലിനമാണ്. ചെടികളെല്ലാം ആരോഗ്യം തുടിക്കുന്ന പച്ചപ്പോടെ വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ എന്തൊരു ആനന്ദമാണ്. ഈ അരിയും പച്ചക്കറികളും കൊണ്ടുള്ള ഭക്ഷണം സാമ്പത്തിക ലാഭം മാത്രമല്ല, രുചിയും ആരോഗ്യവും സംതൃപ്തിയും നൽകുന്നു. അതിനൊക്കെ വിലയിടാനാകുമോ? അധ്വാനത്തിന്റെ സംതൃപ്തി അത് അനുഭവിച്ച് തന്നെ അറിയണം. ജോലി തിരക്കിനിടയിലും കുറച്ച് സമയം കൃഷിക്കായി മാറ്റിവെച്ചത് എത്ര നന്നായി. ഇത് ആരുടെ ഡയറിയാണ്? ഇത് ഒരു കൃഷിക്കാരൻ്റെ ഡയറിയാണ് അല്ലേ. ഇതാണ് ദിനക്കുറിപ്പാണ് അല്ലേ. ദിനക്കുറിപ്പ് വായിച്ചല്ലോ അല്ലേ. എല്ലാവരും കൃഷി ചെയ്യുന്ന സമൂഹം എന്ന ആശയം സാധ്യമാണോ? നിങ്ങളുടെ അഭിപ്രായം കുറിക്കുക. ഈ കർഷകന്റെ രീതികൾ ശാസ്ത്രീയമാണോ? എന്താണ് ശാസ്ത്രത്തിന്റെ രീതി? ചുവടെ നൽകിയ കുറിപ്പ് വായിക്കൂ. പ്രശ്നം തിരിച്ചറിയുക, നിരീക്ഷണം, പരീക്ഷണം തുടങ്ങിയ വിവിധ മാർഗങ്ങളിലൂടെ പരമാവധി വിവരണങ്ങൾ ശേഖരിക്കുക. ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്യുക. ശരിയായ നിഗമനം രൂപീകരിക്കുക. നിരന്തര അന്വേഷണത്തിലൂടെ നിഗമനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് ശാസ്ത്രത്തിന്റെ രീതി. ഈ രീതി പിന്തുടരുന്നവരാണ് ശാസ്ത്രജ്ഞർ അല്ലെ. നേടിയ അറിവുകൾ പ്രയോഗിച്ച് പ്രശ്നം പരിഹരിക്കാനും മെച്ചപ്പെട്ട ഭാവി സൃഷ്ടിക്കാനുമുള്ള ഉപാധിയാണ് ശാസ്ത്രം. അപ്പൊ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നേടിയ അറിവുകൾ പ്രയോഗിച്ച് പ്രശ്നം പരിഹരിക്കപ്പെടാനും മെച്ചപ്പെട്ട ഭാവി സൃഷ്ടിക്കാനുമുള്ള ഉപാധിയാണ് ശാസ്ത്രം അല്ലെ. കർഷകന്റെ ദിനക്കുറിപ്പിൽ പ്രശ്നം തിരിച്ചറിയൽ, നിരീക്ഷണം, പരീക്ഷണം, വിവരശേഖരണം തുടങ്ങിയ ശാസ്ത്രീയ രീതികളുടെ ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ പരിശോധിക്കാം. ഇനി ഇവിടെ പറയുന്നത് ശാസ്ത്രീയ രീതി പ്രയോഗവൽക്കരിക്കുന്നവനാണ് കർഷകൻ അല്ലെ. ശാസ്ത്രീയ രീതി പ്രയോഗവൽക്കരിക്കുന്നവനാണ് കർഷകൻ. ഒരു യഥാർത്ഥ കർഷകൻ യഥാർത്ഥ ശാസ്ത്രജ്ഞനാണെന്ന് ബോധ്യമായല്ലോ അല്ലെ. ഒരു യഥാർത്ഥ കർഷകൻ യഥാർത്ഥ ശാസ്ത്രജ്ഞനാണ് അല്ലെ. ഈ ശാസ്ത്രജ്ഞരാണ് ഏത് സമൂഹത്തെയും നിലനിർത്തുന്നത്. മറ്റാരേക്കാളും അംഗീകാരത്തിന് അർഹതയുള്ളവരാ. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ കർഷകരുടെ അധ്വാനം ഉണ്ടെന്ന് നാം ഓർക്കാറുണ്ടോ? ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും കർഷകരുടെ അധ്വാനം ഉണ്ടെന്ന് നാം ഓർക്കാറുണ്ടോ? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ നമ്മൾ ഓരോ അരി എടുക്കുമ്പോൾ അതൊക്കെ ഓരോ കർഷകന്റെ അധ്വാനാണ് അല്ലെ. മറ്റ് ജോലികൾക്കിടയിലും ഒറ്റയ്ക്കും കൂട്ടായും കൃഷി ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നു. കലർപ്പില്ലാത്ത ശുദ്ധമായ ഭക്ഷണമാണ് ആരോഗ്യത്തിന്റെ അടിസ്ഥാനം എന്ന തിരിച്ചറിവാണ് ഈ പ്രവണതയ്ക്ക് കാരണം. സൺഡേ ഫാമിംഗ്, കുടുംബ കൃഷി തുടങ്ങിയ പേരുകളിൽ സജീവ വൈത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുണ്ടോ? എന്തെല്ലാമാണ് ഇതുകൊണ്ടുള്ള മെച്ചങ്ങൾ? തരിശു നിലങ്ങളുടെ വിനിയോഗം, വിഷമില്ലാത്ത ഭക്ഷണം, ശരീരത്തിന് വ്യായാമം, മാനസിക ഉല്ലാസം, ഇതൊക്കെയാണ് ഇതിന്റെ മെച്ചം അല്ലേ. പിന്നെ വിഷമയമായ ഭക്ഷണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരായതോടെ ഒരു കൊച്ചു കൃഷിത്തോട്ടം സ്വന്തമായി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറെയാണ് അല്ലേ. ഭക്ഷണം വിഷമുള്ള ഭക്ഷണം എന്നാണ് അല്ലേ. അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അത് ബോധവാന്മാരായതോടെ നമുക്കൊരു കൊച്ചു കൃഷിത്തോട്ടം സ്വന്തമായി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറെയാണ് അല്ലേ. ഈ ആഗ്രഹം പ്രാവർത്തികമാക്കാനുള്ള പ്രധാന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? സ്ഥലപരിമിതി, വിത്തിന്റെ ലഭ്യത, പരിചരണം സംബന്ധിച്ച അറിവില്ലായ്മ ഒക്കെ പ്രധാന തടസ്സങ്ങൾ ഇതൊക്കെയാണ് അല്ലേ. പരിചരണം സംബന്ധിച്ച അറിവില്ലായ്മയൊക്കെ പ്രാവർത്തികമാക്കാനുള്ള പ്രധാന തടസ്സമാണ് അല്ലേ. പിന്നെ അതുപോലെ സ്ഥലപരിമിതി, സ്ഥലമില്ലായ്മ അല്ലേ. പിന്നെ വിത്ത് കിട്ടൂല അല്ലേ. ചിത്രങ്ങളും പത്രവാർത്തകളുടെ കൊളാഷും ശ്രദ്ധിക്കൂ. മുമ്പ് പറഞ്ഞ പരിമിതികൾ മറികടക്കാനുള്ള സാധ്യതകൾ വിശകലനം ചെയ്യുക. സ്കൂൾ കലോത്സവത്തിന് വിഷമുക്ത പച്ചക്കറി. ഒരു ക്ലിക്കിൽ മണ്ണിന്റെ മുഴുവൻ വിവരങ്ങൾ അറിയാം. ഗുണമറിഞ്ഞ് വിത്തെറിയാം. 50 ലക്ഷം വിദ്യാർത്ഥികൾക്ക് സൗജന്യ പച്ചക്കറി വിത്തുകൾ അല്ലേ. യുവ കർഷക അവാർഡ് +2 വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ ചിത്രങ്ങളും പത്രവാർത്തകളുടെ കൊളാഷും ശ്രദ്ധിക്കുക. മുമ്പ് പറഞ്ഞ പരിമിതികൾ മറികടക്കാനുള്ള സാധ്യതകൾ വിശകലനം ചെയ്യുക. ഇതെന്താണ്? മട്ടുപാവ് കൃഷിയാണ് അല്ലേ. ഇത് ഗ്രോ ബാഗിലെ കൃഷി, ഇത് വെർട്ടിക്കൽ ഫാമിംഗ്.
കൃഷിയുമായി ബന്ധപ്പെട്ട ഏത് സാഹചര്യവും ഒരുക്കാൻ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. കൃഷി പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നുണ്ട്. ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് ആകർഷിക്കാനും മികവ് പുലർത്തുന്നവരെ അംഗീകരിക്കാനും ആദരിക്കാനും അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യം ഒരുക്കാൻ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. കൃഷി പ്രോത്സാഹിപ്പിക്കാൻ അതായത് കൃഷി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നുണ്ട് അല്ലേ. ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് ആകർഷിക്കാനും മികവ് പുലർത്തുന്നവരെ അംഗീകരിക്കാനും ആദരിക്കാനും അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന ചില പ്രതിസന്ധികളും മറികടക്കാനുള്ള സാധ്യതകളുമാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. പ്രധാന ആശയങ്ങൾ ഉൾപ്പെടുത്തി ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കുക. കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന ചില പ്രതിസന്ധികളും മറികടക്കാനുള്ള സാധ്യതകളുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ. പ്രധാന ആശയങ്ങൾ ഉൾപ്പെടുത്തി ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കുക. പ്രതിസന്ധികൾ മറികടക്കാനുള്ള സാധ്യത. കാലാവസ്ഥ മാറ്റത്തിൽ ഉള്ള പ്രതിസന്ധിയിൽ മറികടക്കാനുള്ള സാധ്യത പോളി ഹൗസ് ഫാമിങ്ങും ഹൈഡ്രോപോണിക്സും അല്ലേ. അതുപോലെ പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും മറികടക്കാനുള്ള സാധ്യത. ശാസ്ത്രീയ വളപ്രയോഗം, സംയോജിത കീടനിയന്ത്രണം, ജൈവമാലിന്യ സംസ്കരണം, പിന്നെ ഉൽപാദന ചെലവും വിലനഷ്ടം, സ്ഥലപരിമിതി, വിലനഷ്ടം അല്ലേ. അതൊക്കെ മറികടക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എഴുതുക. നിരവധി പ്രശ്നങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടാനുണ്ട് അല്ലേ. മുൻ ക്ലാസ്സുകളിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട അറിവുകളും അനുഭവങ്ങളും കൂട്ടുകാർക്ക് ഉണ്ടാകുമല്ലോ അല്ലെ. മുൻ ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകളും അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകുമല്ലോ. കർഷകരിൽ നിന്ന് ഗവേഷണ സ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ സെമിനാർ സംഘടിപ്പിക്കുക. നിങ്ങൾ കർഷകരിൽ നിന്നും അതുപോലെ ഗവേഷണ സ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ സെമിനാർ സംഘടിപ്പിക്കുക. എല്ലാവരും കൃഷി ചെയ്യുന്ന സമൂഹം എന്ന ആശയം സാക്ഷാത്കരിക്കാൻ നമ്മളാലാകുന്നത് നമുക്ക് ചെയ്യാം. എല്ലാവരും കൃഷി ചെയ്യുന്ന സമൂഹം എന്ന ആശയം സാക്ഷാത്കരിക്കാൻ നമ്മളാകുന്നത് നമ്മൾ ചെയ്യുക അല്ലേ. കൃഷി ചെയ്യുന്നതോടൊപ്പം അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനും മറക്കരുത്. കൃഷി ചെയ്യുന്നതോടൊപ്പം അനുഭവക്കുറിപ്പ് തയ്യാറാക്കിയ അനുഭവക്കുറിപ്പുകൾ പരസ്പരം കൈമാറി വായിക്കുകയും ശേഖരിച്ച് പതിപ്പാക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഈ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഒന്നുമില്ല, കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.